മൂവാറ്റുപുഴയിൽ ബാറ്ററി മോഷണം ആരോപിച്ച് യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. പെരുമ്പല്ലൂർ സ്വദേശി അമൽ ആന്റണിക്കാണ് നട്ടലിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റത്. നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെട്ടതോടെ അമലിനെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. അമലിന്റെ പരാതിയിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പി അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 12-ന് മൂവാറ്റുപുഴ പേട്ടയിലെ പുക്കടയിൽ നിന്നും മോഷണം പോയ ബാറ്ററി അന്വേഷിച്ചാണ് SIയും സംഘവും അമലിന്റെ വീട്ടിലെത്തിയത്. അമൽ ആക്രിക്കടയിൽ ഒരു ബാറ്ററി വിറ്റിരുന്നു. ഇതറിഞ്ഞ പോലീസ് മുന്നും പിന്നും നോക്കാതെ അമലിനെ വീട്ടിൽ നിന്നും ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. പോലീസ് വാഹനത്തിൽ വെച്ച് താൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് അമൽ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മോഷ്ടിച്ച സാധനമല്ല, നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം വസ്തുവാണ്, ഞാൻ കടയിൽ കൊണ്ടു കൊടുത്തു, നിലവിൽ വർക്ക് ചെയ്യുന്നില്ല, പുതിയത് വാങ്ങാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. 4 പേര് ചേർന്ന് എൻ്റെ കയ്യിലും കാലിലും കഴുത്തിലും പിടിച്ച് മൃഗീയമായി വലിച്ചിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ കൈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈ പിടിക്കുകയും കുനിച്ചു നിർത്തിയിട്ട് അവർ മുതുകിനിട്ടും കഴുത്തിൻ്റെ ബാക്കിലുമാണ് എനിക്ക് മർദ്ദനമേറ്റ. 2-3 മിനിറ്റത്തേക്ക് വേദന സഹിക്കാണ്ട് എനിക്ക് മെമ്മറി നഷ്ടപ്പെട്ടു. മോഷണം പോയത് 2 വർഷം പഴക്കമുള്ള ബാറ്ററിയും അമൽ വിറ്റത് 10 വർഷം പഴക്കമുള്ളതുമാണെന്ന് വ്യക്തമായതോടെ പോലീസ് നാണം കെട്ടു. അമലിനെ വിട്ടയച്ച് കൈ കഴുകാനായി പോലീസിന്റെ ശ്രമം. പോലീസ് മർദ്ദനത്തിനെതിരെ ആലുവ റൂറൽ SPക്ക് അമൽ പരാതി നൽകി. മൂവാറ്റുപുഴ DYSPക്കാണ് അന്വേഷണ ചുമതല. മീഡിയ 1 കൊച്ചി.